ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കേട്ടാ. കുറേ കാലമായി ഞാൻ വിചാരിക്കണു, പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. എനിക്കിപ്പോഴാണ് ആ സമയം ഒന്ന് ഒത്തു വന്നത് കേട്ടാ. അപ്പം നീ ആരതൊക്കെ പറയാമെന്ന് ചോദിക്കരുതല്ലോ. അപ്പോൾ എൻ്റെ പേര് അസ്തിത, തൃശ്ശൂർ എൻ്റെ വീട്. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കണു, 4th ഇയർ ആണ്. ഫസ്റ്റ് ഇയർ 7th സെം പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണു. അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ അപ്പോൾ ഈ വലിയ ജേണി ഒക്കെ പറയാൻ പോകുമ്പോൾ ഇതൊക്കെ പറയാൻ നിനക്ക് എന്തുണ്ടെന്ന് ആരും ചോദിക്കരുതല്ലോ. അപ്പം ഞാൻ എനിക്കുള്ളത് ആദ്യം പറയാം. ഞാൻ യൂട്യൂബിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിൽ ഞാൻ തുടങ്ങിയത് 2024 ഓഗസ്റ്റിലാണ്. ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി. ഇൻസ്റ്റഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2025 ജനുവരിയിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബിൽ 9.8K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 47.9K സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ നേടിയത്. ചിലപ്പോൾ ചിലർക്ക് ഇത് ചെറുതായിരിക്കും കേട്ടോ, പക്ഷേ എനിക്കിത് വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെരുത്തായി പറയണത്. ഐ തിങ്ക് ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. 15-ാം തീയതി ക്ലാസ് ഇല്ലല്ലോ, കോളേജ് ഇല്ലല്ലോ. അപ്പം അന്ന് ഒരു ഫ്രീ ഡേ കിട്ടിയപ്പോൾ അന്നൊരു വീഡിയോ അങ്ങ് എടുത്തിട്ടത്. അതുപോലെ വെറുതെ ഈ സെയിം ഇരിക്കണ ബെഡിൽ വെറുതെ ഇരുന്നപ്പോൾ അങ്ങ് ഒരു വീഡിയോ അങ്ങ് ഇട്ടതാ. അപ്പോൾ യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ അറിയണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, എനിക്ക് ഒരു തേങ്ങ അറിയണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. പക്ഷെ ഇപ്പം ഇമ്പ്രൂവ് ആയിട്ടാ, ഇപ്പം അത്യാവശ്യം ഇമ്പ്രൂവ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടാ. അപ്പോൾ യൂട്യൂബിൽ എനിക്ക് വീഡിയോസ് 1-2 ഒക്കെ ഇട്ടപ്പോൾ എന്ന് വെച്ചാൽ 3 ഇട്ടായാലും ഒരെണ്ണം 1000 വ്യൂസ് വരും. അങ്ങനെ 1000 വ്യൂസ് വരുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. 1000 പേര് കണ്ടോ, 1000 പേര് കണ്ടായാലും 50 പേര് ലൈക്ക് ചെയ്യുള്ളായിരുന്നു. പക്ഷെ അതെനിക്ക് വലിയ കാര്യമായിരുന്നു. 50 പേര് ലൈക്ക് ചെയ്തോ, 50 പേരൊക്കെ ലൈക്ക് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് വലിയ എന്ത് സംഭവം. കാരണം നമ്മളങ്ങനെ ആരും ലൈക്ക് ചെയ്യാത്ത ആളാണ്. അപ്പോൾ 50 പേരൊക്കെ നമ്മളെ ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ വലിയ സംഭവമായിട്ട് ഞാനെന്ത് ചെയ്ത് പറ വീഡിയോസ് ഇട്ട് തുടങ്ങി. ഇപ്പോൾ അന്ന് 2024 ഓഗസ്റ്റ്, ഇന്ന് 2026 ഓഗസ്റ്റ്. ഇതാ ഇത്രയും ഇപ്പം 2 കൊല്ലമായി. 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു ഡേ പോലും ഞാനൊരു ഒരു സാധനം പോസ്റ്റ് ചെയ്യാത്തൊരു ദിവസമല്ല. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഡെയിലി ഞാൻ കണ്ടന്റ് ഇടും. അതാണ് എൻ്റെ ഹാർഡ് വർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര എത്തിയത് കേട്ടോ. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തോട്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത്. അല്ലാണ്ട് ഒരു രാത്രി നമ്മൾ പൊട്ടിമുളച്ച് 5K ഒരു വീഡിയോ വൈറലായിട്ട് എത്തിയതേ അല്ല. നമ്മൾ 1000, 200 വ്യൂസ്, 100 വ്യൂസ്, 500 വ്യൂസ്, 1000 വ്യൂസ്, 1 സബ്സ്ക്രൈബർ, 2 സബ്സ്ക്രൈബർ, അങ്ങനെ ഡെയിലി അങ്ങനെ ഗ്രോ ആയി പോയതാട്ടാ. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര വലിയൊരു ജേണിയാണ്. അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഫസ്റ്റ് യൂട്യൂബിലിട്ടത് ഇൻസ്റ്റാഗ്രാം പിന്നെ തുടങ്ങിയത് കേട്ടാ. അപ്പൊ യൂട്യൂബിൽ എനിക്കൊരു 1.5-2 മാസം കൊണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വന്നു. അത് മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോയിലും വലിയ സംഭവമായിരുന്നല്ലോ, അച്ചീവ്മെന്റ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ കരുതി ഇത് വലിയൊരു കാര്യം എന്ന് വെച്ചിട്ട് ഞാനങ്ങ് പിന്നെ അതൊക്കെ എനിക്ക് വലിയ മോട്ടിവേറ്റ് ആയിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് വന്നതാണ് എൻ്റെ ഫസ്റ്റ് മോട്ടിവേഷൻ. വീഡിയോസ് ഡെയിലി ഇടാം, ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം, ഇനിയും പഠിക്കാം എന്നുള്ളതായിരുന്നു. അത് 1000 സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോഴായിരുന്നു. അങ്ങനെ പിന്നെ ഡെയിലി ഇട്ട് തുടങ്ങി. അങ്ങനെ ഇട്ടത് 1000, 2000, 3000 ഒക്കെ പെട്ടെന്ന് കയറിയിട്ടാ. അതെനിക്ക് മാത്രമാണോ അത് സാധാ യൂട്യൂബിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് അങ്ങനെ 2000, 3000 അങ്ങനെയൊക്കെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇൻസ്റ്റയിൽ കൂടി തുടങ്ങിക്കൂടെ, ഇൻസ്റ്റയിലാണെന്ന് കൂടുതൽ റീച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റയിലും കൂടി വീഡിയോസ് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു ജനുവരി 1-ാം തീയതി ന്യൂ ഇയറിൻ്റെ അന്ന് നല്ല ശുഭകരമായിട്ട്, ന്യൂ ഇയറിൻ്റെ അന്നും ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ആയതുകൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അന്നങ്ങ് ഒരു പുതിയൊരു തുടക്കമാകട്ടെ എന്ന് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് വീഡിയോ ഇട്ട് തുടങ്ങി. അതും ഇതുപോലെ തന്നെയായിരുന്നു. 1000 വ്യൂസ്. ഞാൻ സത്യം പറഞ്ഞാൽ ആരോടും പറയാണ്ട് തുടങ്ങിയൊരു പരിപാടി. വീട്ടുകാരോടോ നാട്ടുകാരോടോ ഒന്നും പറയാണ്ട് തുടങ്ങിയതുകൊണ്ട് ഒരു ഫോളോവർ കിട്ടുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സീറോ ഒരാൾ പോലും എനിക്ക് അറിയണ ഒരാൾ എന്നെ ഫോളോ ചെയ്തിട്ടില്ല. ഞാനൊരു 3000 5000 ഒക്കെ അല്ല ഒരു 1000 ഒക്കെ എത്തിയ ശേഷമാണ് ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് എൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പ് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഒരു ഫോളോവർ കിട്ടുമ്പോൾ തന്നെ എനിക്ക് വലിയ മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ ഇൻസ്റ്റയിലിട്ട വീഡിയോയും പെട്ടെന്ന് ഇങ്ങനെ കയറാൻ തുടങ്ങി. അന്ന് അങ്ങനെ 1000, ആദ്യത്തെ കുറച്ച് വീഡിയോസിന് 1000 വ്യൂസ്, പിന്നത്തെ കുറച്ച് വീഡിയോസിന് 3000 വ്യൂസ്, പിന്നത്തെ കുറച്ച് അങ്ങനെ 4000, പിന്നെ എല്ലാതും 10Kക്ക് മുകളിലായി. അങ്ങനെ ഒരു ജനുവരി തുടങ്ങിയിട്ട് ഒരു മാർച്ച് ആവുമ്പോൾ എനിക്ക് 10K അടിച്ചു ഇൻസ്റ്റയില്. ഇതൊക്കെ ഇത്രയും വലിയ കാര്യമായിരുന്നു.
10K അടിച്ചതും വലിയൊരു ഗ്രോത്ത് ആയിരുന്നു. 10,000 എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അപ്പോഴും ഇനിയും ഗ്രോ ആവും, ഇനി എവിടെ എത്തിയിട്ടില്ല എന്നൊരു മൈൻഡായിരുന്നു. എന്നാലും ഞാൻ കിട്ടണതിൽ നല്ല സന്തോഷിച്ചു, നല്ല ഞാൻ സെലിബ്രേറ്റ് ചെയ്തു എല്ലാതും. ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ മാറി ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ കാരണം. ഒരുപാട് മാറി. എനിക്ക് ഇതിൽ നിന്ന് ചെറിയ തോതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കൊളാബറേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ചേഞ്ച് വന്നു തുടങ്ങി. എനിക്ക് മാർച്ച് 10Kക്ക് മുമ്പ് ഒരു 4,000 ഫോളോവേഴ്സ് ഉള്ളപ്പോഴേ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കൊളാബറേഷൻസ് വന്നു തുടങ്ങി, ഓരോ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ. ആദ്യമൊക്കെ ബാർട്ടറായിട്ട് നമ്മൾ ചെയ്തു, പിന്നെ നമ്മൾ മോണിറ്ററി ഡീലിങ്സ് ആയി. അങ്ങനെ അയ്യോ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, ഇപ്പോഴും ചെറിയ തോതിലെ ഏണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ തോതിൽ നമുക്ക് ഏണിങ്സ് കിട്ടും, നമ്മുടെ ചില ചിലവുകളൊക്കെ കഴിഞ്ഞു കൂടാൻ പറ്റിയത്. മറ്റേ ചെറിയ ഐഫോൺ എക്സസിൽ ഞാൻ തുടങ്ങിയതാണ്, ഇപ്പൊ ഐഫോൺ 70 വരെ എത്തി. അങ്ങനെ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഉയർച്ച. കോളേജ്, ഞാൻ ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കോളേജിൽ ക്ലാസ് ഉള്ളപ്പോൾ എനിക്ക് പ്രശ്നമില്ല, ക്ലാസ് ഉച്ചവരെ ഉള്ളോ. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും എനിക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റിയിരുന്നത്. കാരണം ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ എക്സാംസും റിക്വയർമെന്റ്സ് എഴുതണമൊക്കെ ആ സീസൺ ഉണ്ടല്ലോ, എക്സാമിന്റെ ഒക്കെ എടുക്കണ ടൈമൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. ഡബിൾ വർക്ക് ചെയ്തിരുന്നു. എഴുതണോ, ഉറങ്ങണം, തിന്നണോ, അതിൻ്റെ ഇടയിൽ ഇത് നടക്കണം, എല്ലാം കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്തില്ല കേട്ടോ, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. ടൈം മാനേജ്മെന്റ് ആയിരുന്നു എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. 15 മിനിറ്റ് ഇതിനെ, അരമണിക്കൂർ അതിനെ, അങ്ങനെ ഞാൻ എല്ലാം ഡിവൈഡ് ചെയ്ത് ഞാൻ അങ്ങ് ചെയ്ത്. ഞാൻ ഇത്രയും പറയുമ്പോ ഞാൻ അത്രയും ഉയരത്തിലെത്തി എന്ന് അതുകൊണ്ടല്ല കേട്ടോ. എൻ്റെ ഇത്രയുള്ള ഞാൻ ഇത്ര എത്തിയാലും അത് ഉയർച്ചയാണല്ലോ, അതാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടാ. എൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടറിയാ, ഒന്നും ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നല്ല ഒത്തിരി ഇമ്പ്രൂവ് ആയി എന്ന് എന്നോട് ഒരു ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ഞാനും മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ഞാൻ തന്നെ നല്ല രീതിയിൽ വിശ്വസിക്കണല്ലോ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി എന്ന്. അതെൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാട്ടോ. കുറേ മറ്റേ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് അറിയില്ലേ, അതേപോലെ നമ്മൾ വീഡിയോസ് ഇട്ട് വരുമ്പോൾ ഇമ്പ്രൂവ് ആവും. നമുക്ക് വോയിസ് ശരിയല്ല, നമ്മുടെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല, എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കൊന്നും അറിയണ്ട. ഇൻഷോട്ട് ആപ്പിൽ ആദ്യം തുടങ്ങിയത്. ഇൻഷോട്ടിൽ തുടങ്ങി, പിന്നെ VN എടുത്തു, പിന്നെ CapCut എടുത്തു. അപ്പോൾ എനിക്കിതൊന്നും എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. എല്ലാം തുടങ്ങി, എല്ലാം പഠിച്ചു, എല്ലാം ഞാൻ തന്നെക്ക് പഠിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയണമായിരുന്നു. ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ടില്ല, അഭിപ്രായങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ ഒന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് നല്ല വലിയ കാര്യമല്ല കേട്ടോ, അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം, എന്നിട്ടൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനങ്ങ് തുടങ്ങി എല്ലാം എന്നിട്ട് അതിൽ കിടന്നാണ് ഞാൻ ഇമ്പ്രൂവ് ആയത്. അപ്പോൾ അതൊക്കെ എൻ്റെ ഹാർഡ് വർക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും ഹാർഡ് വർക്ക് തന്നെയാണ്. ഇപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ പറ്റുന്നുണ്ട്, തെറ്റൊക്കെ പറ്റുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാം നമുക്കൊരു ലെസണാണ്. ആദ്യമൊന്നും എനിക്ക് ഒരു നെഗറ്റീവ് കമൻസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, എല്ലാം പോസിറ്റീവായിരുന്നു. അതും എൻ്റെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവ്സും അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ അറിയാലോ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം. നെഗറ്റീവ് പറയണത് ആരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരേ അല്ല, അത് നമുക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ, അപ്പോൾ പറയണവർ പറയട്ടെ. നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മുടെ എന്ത് കണ്ടാലും അവർ ഇഷ്ടമില്ലാത്ത കണ്ണുകൊണ്ടേ കാണുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് അവരോട് പിന്നെ കൂടുതൽ നമുക്ക് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ നമ്മളെ ഇഷ്ടപ്പെടുത്താനോ പറ്റില്ല. അങ്ങനെ എനിക്ക് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ ഒരു വീഡിയോ, ഒരാൾ നമ്മുടെ ഒരു വീഡിയോ, നമ്മൾ സന്തോഷമുള്ള ഒരു വീഡിയോ കണ്ടാൽ അവർക്ക് എന്തല്ല, നമ്മൾ എത്ര നന്മ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അവർക്കത് നെഗറ്റീവായിട്ടേ തോന്നുള്ളൂ. പിന്നെ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. ഞാൻ പക്ഷെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയില്ല. എന്നെ അറിയണവർക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാം, ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാം. എന്നെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ എടുത്തിട്ടുള്ളൂ, ഇഷ്ടപ്പെടാത്തവർ എങ്ങനെ വേണേലും എടുത്തോട്ടെ, ഞാൻ കെയർ ചെയ്യുന്നില്ല. എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നു, ഞാൻ പിറ്റേന്ന് മുതൽ സാധാ പോലെ വീഡിയോ ഇട്ട് തുടങ്ങി. ഞാൻ അതിലോണ്ടൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാൻ വെച്ചിട്ട് ഞാൻ ഡെയിലി ഇടുന്ന പോലെ തന്നെ എല്ലാ ദിവസവും ഒരേപോലെ. എനിക്കിങ്ങനെ സിറ്റുവേഷൻ വന്നു, എനിക്ക് സങ്കടം വന്നു, ഞാനത് ജസ്റ്റ് കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഞാൻ
സാധാ പോലെ തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ അതങ്ങ് പോയി. അല്ലാതെ നമ്മൾ ഒരു നെഗറ്റീവ് വന്നുകൊണ്ട് ഒരു കാര്യം വന്നുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് വലിയരുത്. എന്നാൽ ഇതൊക്കെ എനിക്ക് ലെസൺ. ഒരു നെഗറ്റീവ് വന്നപ്പോൾ അതിലെനിക്ക് ഒരു ലെസണാണ്. എല്ലാം നമുക്കൊരു പാഠമാണ്, എല്ലാ അനുഭവങ്ങളാണ്. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഒരു ഒരു വാഗ്വാദം വന്നപ്പോൾ അതിലൊരാളെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നീ ഡെയിലി വീഡിയോസ് ഇട്ട് 500-ലധികം വീഡിയോസ് ആയതുകൊണ്ടല്ല എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് വന്നത്, 40,000 ഫോളോവേഴ്സ് വന്നത് നിനക്ക് ഇത്രയും ഇട്ടുകൊണ്ടല്ലേ എന്നൊരാളെന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതും അവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതെ, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരാളാണ്, എന്നിട്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് വന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെന്നല്ലേ. ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ട് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഒരു ഫോളോവർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നാളെയും വീഡിയോസ് എൻ്റെ വരും എന്ന ഉദ്ദേശത്തിലാണ്. അല്ലാണ്ട് അവളുടെ അവസാനത്തെ വീഡിയോ ഇതാണെന്ന് വിചാരിച്ചിട്ട് ആരും എന്നെ ഫോളോ ചെയ്യാൻ പോണില്ല. ഇനിയും വീഡിയോസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് തന്നെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇനിയും എൻ്റെ കണ്ടന്റ്സ് അവരുടെ കയ്യിൽ എത്തുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരെന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരാൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സാധാ പോലെ ചിരിച്ചുകൊണ്ട് നമ്മൾ നേരിട്ടു. നമ്മൾ ഇതിൽ നിന്നൊരു നെഗറ്റീവ് അവർ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചൂഴുന്നൊരു പോസിറ്റീവ് നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ എന്ത് നെഗറ്റീവ് വന്നാലും എല്ലാം ലെസണാക്കി എടുക്കുക, അതിൽ നിന്ന് പോസിറ്റീവ് മാത്രം ഗ്രാസ്പ് ചെയ്തെടുക്കുക, നെഗറ്റീവ് ഒക്കെ തള്ളിക്കളയുക. അങ്ങനെയല്ലേ നമുക്ക് ഗ്രോ ആവാൻ പറ്റുള്ളൂ. അതെനിക്ക് ഉറപ്പാണ്. ഒരുപാട് ഇൻസൾട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ നല്ല കേട്ടാ, നമ്മൾ ഫോളോ ചെയ്യണവരോ ഒന്നല്ല, നമ്മൾ ഇഷ്ടപ്പെടാത്തവരുടെ മാത്രമാണ്, എന്നെ ഫോളോ ചെയ്യാത്തവരുടെ മാത്രമുള്ള എനിക്ക് വന്നിട്ടുള്ളൂ. കുറച്ച് വേർഡ്സ് ഉണ്ട്. ദാ വ്ളോഗർ വരുന്നു, ദാ വ്ളോഗർ ഫോൺ എടുത്തിട്ട് വ്ളോഗ് എടുക്കാൻ വന്നതാവില്ലേ, ഓ നമ്മളെ ഒന്നും വ്ളോഗിൽ ഏടാക്കല്ലേ, ഓ നമ്മളെയും കൂടെ ഒന്ന് സെലിബ്രിറ്റി ആക്കോ, എൻ്റെ പൊന്നോ. ഇതൊക്കെ അവര് കളിയാക്കി പറഞ്ഞതാണ്, നമുക്കത് ഏക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഒക്കെ നമ്മൾ ചിരിയോടുകൂടി നേരിട്ടു, അത്ര തന്നെ. അതാണ് നമ്മുടെ ഇത്. ഒന്നും നമ്മളെ തളർത്തില്ല, എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ആക്കിയിട്ടേ ഉള്ളൂ. ആ ഇമ്പ്രൂവ് ആക്കിയോണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞ മധുരപ്രതികാരം എന്താന്ന് വെച്ചാലേ, നമ്മളെ കളിയാക്കിയവരെ കൊണ്ട് കൊളാബ് ചെയ്യുമെന്ന് വന്ന് ചോദിക്കില്ലേ, അതാണ് നമ്മുടെ ഈ ഫീൽഡിലുള്ള പ്രതികാരം, കർമ്മ. ശരിക്കും നമുക്ക് നമ്മളെ വിശ്വാസം വേണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണതിൽ നല്ലതുണ്ടോ, നമ്മൾ ചെയ്യണതിൽ ആർക്കെങ്കിലും നല്ലതായിട്ട് റിലേറ്റ് ആവോ, നമ്മൾ ചെയ്യണത് ആർക്കെങ്കിലും ഹാപ്പി ആവോ, പോസിറ്റീവായിട്ട് ആർക്കെങ്കിലും എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പിന്നെ നമ്മൾ എവിടെയെങ്കിലും വിജയിക്കും. കളിയാക്കണോരും നെഗറ്റീവ് പറയണോരും ഇൻസൾട്ട് ചെയ്യണോരും ഒന്നും ഒരു കാലത്തും തീരാൻ പോണില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കാനുള്ള ചിന്താഗതി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ വിജയം, അപ്പോഴാണ് നമ്മുടെ വിജയം. ഇപ്പൊ ജേണി എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റില്ല. മാക്സിമം ഒരു ഭാഗം ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് കുറേ പറയാനുണ്ട്. എന്നോട് കുറേ പേര് എങ്ങനെ ഇത് തുടങ്ങുക, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു തരാറുണ്ട്. എനിക്ക് അതുപോലെ കുറേ ഷെയർ ചെയ്ത് തരാറുണ്ട്. എനിക്ക് ഇനിയും ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കിതിൽ നിന്നൊരു കിട്ടിയ ഒരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഒരാള് നമ്മുടെ ഒരു കണ്ടന്റ് ഒരാൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാന്ന് പറയുമ്പോൾ, ഒരാൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു, ലൈക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് 100, 200, 500, 1000, 10K 20K ഒക്കെ ലൈക്ക് വിട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഡോപ്പമീന് വലിയ ഇൻക്രീസ് ഉണ്ടാവുന്ന സാധനമാണ്. അപ്പൊ ആ ഒരു ഫീല് എല്ലാവരും അറിയണം, എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷങ്ങൾ കിട്ടണം എന്നൊക്കെ ഞാൻ നല്ല ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു വരുന്നവർക്കൊക്കെ ഞാൻ നല്ല പറഞ്ഞു കൊടുക്കാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് എങ്ങനെ കൊളാബ് വന്നത്. എനിക്കൊരു 4000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ കൊളാബ് വന്നു കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെയാ ഇത് കിട്ടണത്, എങ്ങനെ തുടങ്ങിയത്, എത്ര രൂപ കിട്ടുന്നുണ്ട്, അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്കിതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാം, ഉറപ്പായി ഞാൻ ചെയ്യാം. കാരണം എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യണം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇത്രയായിട്ട് നിർത്താം. ഇനി എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്തോ, ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നെ നെഗറ്റീവ് പറയാനൊന്നും ആരും വരരുത് എന്നല്ല, വന്നോളൂ, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ. പക്ഷെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും DM-ലാണെങ്കിലും ഒക്കെ വന്ന് പറയൂ, എല്ലാം ഞാൻ കേൾക്കാം.
എല്ലാം ഞാൻ റിപ്ലൈ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് വളരെ നന്ദി. താങ്ക് യു. ബൈ.